വിശുദ്ധ ഖുർആനിലെ അള്ളാഹ് എന്തോ ഒരു രസത്തിലാണല്ലേ പറയുന്നത്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളെ ജീവിതവും മരണവും ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ജീവിതം അള്ളാഹ്ക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ നമ്മൾ സാമ്പത്തികമായ ഇടപാടുകൾ, നമ്മൾ സാമ്പത്തികമായ വിനിമയങ്ങൾ, ഇടപാടുകൾ എല്ലാം തന്നെ അള്ളാഹുവിന് വേണ്ടിയാവണം. അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക മേഖലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറയുന്നത് ലാ യസൂലു ഖദമ അബ്ദിൻ എന്ന് തുടങ്ങുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഒരു മനുഷ്യന്റെ പരലോകത്ത് മഹ്ശറയിൽ അവന്റെ കാൽപാദങ്ങൾ ചലിക്കണമെങ്കിൽ അവന് എങ്ങനെ സമ്പാദിച്ചു, അവന്റെ സാമ്പത്തിക മേഖല എങ്ങനെയാണ്, അവനക്ക് വരുമാനങ്ങൾ ഉണ്ടായത്, ഏതെല്ലാം തരത്തിലാണ് അവൻ ചെലവിട്ടത്, അതിനെ ചെലവാക്കിയത് എന്ന് കൃത്യമായിട്ട് അക്കൗണ്ടബിൾ ആയിരിക്കും. അതിന് കൃത്യമായി ഉത്തരം പറയണമെന്ന് അതിന് പറയുന്നുണ്ട്. ഇതിന്റെ അർത്ഥം ഫീ സബീലില്ലാഹ്, അള്ളാഹു ഫോർ ദ അക്കൗണ്ട് ഓഫ് അള്ളാഹ്, അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെലവിടണം, അള്ളാഹുവിന് വേണ്ടി നമ്മൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തണം എന്നുള്ള ഒരു വലിയ ഒബ്ജക്റ്റീവ് ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, ഒരു പണക്കാരനെ വിളിച്ചു കൊണ്ടുവന്ന് അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്, എനിക്ക് ഞാൻ കുറേ സമ്പത്ത് തന്നല്ലോ, അള്ളാഹ് അവനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഞാൻ കുറേ സമ്പത്ത് തന്നല്ലോ, നീ എന്ത് ചെയ്തു? ഞാൻ അതൊക്കെ നിന്റെ മാർഗത്തിൽ ഞാൻ സ്വതക്ക കൊടുത്തു, നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു റബ്ബേ എന്ന് പറയുമ്പോൾ അവിടുന്ന് തിരിച്ചൊരു കൗണ്ടർ ചോദ്യം വേണ്ടി വരുന്നുണ്ട്, അതൊക്കെ എനിക്ക് നിന്റെ പ്രശസ്തിക്ക് വേണ്ടി ചെലവാക്കിയതല്ലേ. അതുകൊണ്ട് അതാണ് തൗഹീദ്. അള്ളാഹുവിന് വേണ്ടി നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെ നമ്മൾ സെറ്റ് ചെയ്യുന്നു, സംവിധാനിക്കുന്നു.